ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മങ്കര ചൗട്ടിയത്തോട് പള്ളിയിലെ ചന്ദനംപുറംകാരുടെ സമൂഹ നോമ്പുതുറയാണ് കേട്ടോ. ഇത് എല്ലാ വർഷവും നടത്തി വരുന്നതാണിത്. അപ്പോൾ അവിടുത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കിക്കാണാം. നമ്മളാരവരെ അടിച്ചേൽപ്പിച്ചതല്ല, അവരിൽ നിന്ന് വന്ന ഒരു കാര്യം. അത് ചെറിയ വലിയൊരു കാര്യം തന്നെ. കാരണം ഒരു തലമുറയുടെ മാറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രവാസം വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായ പ്രശ്നം പരിഹരിച്ചിരുന്ന ആളാണ്. ഏത് കാര്യത്തിലായാലും നമ്മളെല്ലാവരും സഹകരിക്കുന്നതാണ്. നമ്മുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ പ്രദേശമോ മറ്റു കാര്യങ്ങളില്ല. എവിടെയുണ്ടവാ അപ്പൊ ഇതില് വ്യാപാരി വ്യവസായമായിട്ട് സാമൂഹികമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, രാഷ്ട്രീയത്തിലുള്ള ആളുകൾ. അവരെയൊക്കെ നിങ്ങൾക്ക് നേരിൽ കാണാനും നിങ്ങളെ അവർക്ക് നേരിൽ കാണാനും ഈ പ്രദേശത്ത് നടപ്പിൽ വരുത്തുന്ന അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ടാവും. നമ്മളെല്ലാവരും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ പരിപാടികളൊക്കെ ഒറ്റക്കെട്ടായി നാട്ടിൽ സ്ഥലത്തും നമ്മൾ പ്രവർത്തിച്ചു കൊടുക്കുകയും യാതൊരു വിദ്യാഭ്യാസവുമായി മറ്റു തരത്തിലുള്ള സാമൂഹിക മനോഭാവം ഇല്ലാതെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു വീട്ടിലെ കുടുംബാംഗങ്ങളായി നമുക്ക് നാട്ടിൽ കൊണ്ടുപോകണം. അനുഗ്രഹിക്കട്ടെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു 15 നിമിഷങ്ങളാവുന്നത് വളരെ സന്തോഷത്തോടുകൂടിയും വളരെ സമാധാനത്തിന്റെ മാസമായ പരിശുദ്ധമായ റമദാൻ ഇതുപോലെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ഇതുപോലെ ഒത്തുകൂടാൻ കഴിഞ്ഞത് തന്നെ വളരെയധികം സന്തോഷമുള്ളതാണ്. നമ്മുടെ നാട് എന്ന് പറയുന്നത് തന്നെ വളരെയധികം മാനവ സൗഹാർദ്ദത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് എല്ലാ മതത്തിലും ആ മതത്തിൽ തന്നെ അടിയോച്ച് നിന്നുകൊണ്ട് തന്നെ മനുഷ്യരെ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ പഠിപ്പിച്ച മഹാനായ മഹാത്മാഗാന്ധിക്ക് വിവേകാനന്ദൻ നമുക്ക് കാണിച്ചു തന്ന പാതയിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ചില ആളുകൾക്കെല്ലാം ഓരോ ആളുകളെയും ഓരോ മനുഷ്യരും ഒരു മണിക്കൂർ പോലെ നടത്തുന്നു. ഇതാണ് പ്രതിസന്ധിയുടെ മുഖ്യ നാളുകളാണ് ഈ നടത്തുന്നത്. നമുക്കറിയാം, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ശുഭമായിരുന്നു. അസമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിന് ക്രിസ്താവിന് പാടിയിട്ടുള്ള ഈ ശുഭനാളുകൾ ഈ സംവിധാനത്തിൽ ഇതിന്റെ സാഹചര്യത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന വളരെ സന്തോഷമുണ്ട്. പ്രദർശിപ്പിക്കുന്ന ഈ നാളുകളിൽ നമുക്കറിയാം, കൃത്യമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെയും ഓരോരുത്തരുടെ അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഇനി ഇപ്പൊ നമ്മുടെ സംവിധാനം എല്ലാവിധ എനിക്ക് നേരത്തെ രാഷ്ട്രീയ രംഗത്തുള്ള
حي على الفلاح حي على الفلاح. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചന്ദനപ്പുറംകാരുടെ നോമ്പ് തുറയാണ് കേട്ടോ. ഇത് അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചിരിക്കുന്നത്. എല്ലാ വർഷവും നടത്തി വരുന്നതാണിത്. ഇനിയും പുതിയ പുതിയ നോമ്പുതുറ വിശേഷങ്ങളുമായി വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.